ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റ്സ് ആണ്. ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് വലിയൊരു വഴക്കായിരുന്നു. ജാൻമണിയെ അവരുടെ കമ്മ്യൂണിറ്റിയെ മോശമായിട്ട് കാണിക്കുന്ന രീതിയിൽ ഒരു നമ്പർ ആരോ വിളിച്ചു. അപ്പൊ ആരാണ് ആ വ്യക്തി എന്ന് പറയുന്നില്ല. അപ്പൊ പവർ ടീം എല്ലാവരെയും മീറ്റിംഗ് കൂട്ടി വിളിച്ചിട്ട് ഇതുപോലൊരു കംപ്ലൈന്റ് പറയുന്നു. അങ്ങനെ വിളിച്ച വ്യക്തി ആരാണെങ്കിലും ഇനി അത് ആവർത്തിക്കാൻ പാടില്ല എന്നാണ് അവരോട് പറയുന്നത്. അതൊരു റിക്വസ്റ്റ് ആയിട്ട് തന്നെയാണ് ജാൻമണി എല്ലാവരോടും വെക്കുന്നത്. ഇനി ഇങ്ങനെ മോശമായ രീതിയിൽ നമ്പേഴ്സ് ഒക്കെ വിളിച്ച് അപമാനിക്കരുത് എന്ന രീതിയിൽ ജാൻമണി പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറയുന്നു. ആ സമയത്ത് നോറയ്ക്കും ജാസ്മിനും അവിടെ വഴക്കുണ്ടാക്കിയേ തീരൂ. അതാരാണ് ആ വ്യക്തി എന്ന് അവർക്ക് അറിയണം. അതിന്റെ പേരിൽ രണ്ടുപേരോടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ജാസ്മിനാണ് പ്രശ്നം വളരെ വഷളാക്കുന്നത്. അപ്പൊ സിബിൻ എഴുന്നേറ്റ് പറയുന്നുണ്ട്, കംപ്ലൈന്റ് തന്ന വ്യക്തിക്ക്, അതായത് ജാൻമണിക്ക് ആരാണ് ആ വ്യക്തി എന്ന് പറയാനായിട്ട് താല്പര്യമില്ല. അവർക്ക് ഇത്രയും മാത്രം പറയുക, ഇനി അത് ആവർത്തിക്കരുത് എന്ന് മാത്രം പറയണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു. അല്ലാതെ ആ വ്യക്തി ആരാണെന്ന് പറയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നുമില്ല എന്ന് സിബിൻ പറയുന്നു. എന്നാൽ ജാസ്മിന് ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങനെ വീണ്ടും അതേ ചൊല്ലി അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് എല്ലാവരും ഡിസ്പേഴ്സ് ആയി പോവുമായിരുന്നു. എല്ലാവരും വിളിച്ചുകൂട്ടി വന്നിരിക്കാൻ പറയുന്നു. എല്ലാവരും വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന സമയത്ത് സിബിനെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ ജാസ്മിൻ പേസ്റ്റ് എന്നോ മറ്റോ പറയുന്നു. അപ്പൊ തന്നെ അതിൽ പ്രതികരിച്ച സിബിൻ അവിടെ സോഫയിൽ 2-3 ഇടി കൈകുത്തി ഇടിക്കുന്നു. അതിനുശേഷം മിഡിൽ ഫിംഗർ കാണിച്ചു എന്നാണ് ജാസ്മിൻ പറയുന്നത്. അഭിഷേക് ജയദീപും അത് കണ്ടു എന്ന് പറയുന്നുണ്ട്. തന്റെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയ ഒരു തെറ്റ് സംഭവിച്ചതിന്റെ പേരിൽ സിബിൻ മാപ്പും എല്ലാവരോടുമായിട്ട് പറയുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും മാപ്പ് പറയുന്നുണ്ട്. മോശമായ വാക്ക് ഉപയോഗിക്കരുത്, അസഭ്യ വാക്ക് പ്രയോഗിക്കരുത് എന്ന് വിചാരിച്ച് അത് പെട്ടെന്ന് ആ ഇമോഷനിൽ കാണിച്ചു പോയതാണ്, ക്ഷമിക്കണം എന്ന് മാപ്പ് പറയുന്നുണ്ട്. അതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു, LGBTQ റിലേറ്റ് ചെയ്ത്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ റിലേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ കൊണ്ടുവരുതെന്നും അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്നും ബിഗ് ബോസ് നിയമങ്ങൾക്കെതിരെയുള്ള വിഷയങ്ങളാണ് ഇതെന്നും പറയുന്നുണ്ട്. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇനി ആരും ഇവിടെ സംസാരിക്കണ്ട എന്നും പറയുന്നു. ഈ ടോപ്പിക്ക് ഇത്രയും വഷളാവാനായിട്ടുള്ള മെയിൻ റീസൺ ജാസ്മിൻ ആണ്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം സിബിന് താൻ ചെയ്ത പ്രവൃത്തിയിൽ വളരെയധികം വിഷമം തോന്നുന്നു. ഇപ്പൊ ബാക്കി ഉള്ള പവർ ടീമിനോടെല്ലാം സിബിൻ സോറി ചോദിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി, ഇനി ഗബ്രിയെ ഞാൻ എങ്ങനെയാണ് അവൻ അസഭ്യം പറഞ്ഞതിന് ശിക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. പൂജ പറയുന്നു, നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് ചെയ്തു പോയി, അത് തെറ്റ് തന്നെയാണ്, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് നീ എപ്പോ അക്സെപ്റ്റ് ചെയ്ത് അവിടെ എല്ലാവരുടെ മുന്നിൽ സോറി ചോദിക്കുന്നു. സോറി ചോദിക്കുമ്പോൾ അതിലൊരു മര്യാദയുണ്ട്. എന്നാൽ അത്രയും വലിയ അസഭ്യ വാക്കുകൾ വിളിച്ചു പറഞ്ഞിട്ടും സോറി ചോദിക്കണമെന്ന് പവർ ടീം ഉത്തരവിട്ടിട്ടും അത് അക്സെപ്റ്റ് ചെയ്യുകയോ സോറി ചോദിക്കുകയോ ചെയ്യാതെ തന്റെ ഈഗോ കാണിച്ചുകൊണ്ടിരുന്ന ഗബ്രിയുടെ കേസ് ഡിഫറന്റ് ആണ്. അവൻ ഏതായാലും ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഫോളോ ചെയ്യൂ.